വഴി തെറ്റാതെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരാളുടെ സഹായം ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവസാന്നിധ്യത്തിനകത്താണ്. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, ചെറിയൊരു വചനം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാം. അതിങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം തിരുവചനം. കർത്താവായ യേശു പറഞ്ഞതാണ്, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിലേക്ക് വരുന്നില്ല. ആമേൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, കർത്താവായ യേശു മാത്രമാണ് ദൈവത്തിലേക്കുള്ള ഏക വഴി. കാരണം അവനാണ് ഏക സത്യദൈവം. അവനിലൂടെ മാത്രമേ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ആ യേശുവിലുള്ള വിശ്വാസമാണ് സത്യത്തിൽ നമ്മളെ യഥാർത്ഥത്തിലുള്ള ദൈവത്തെക്കുറിച്ചുള്ള വെളിപാട് നൽകുന്നത് പോലും യേശുവിലുള്ള വിശ്വാസമാണ്. യേശുവിലൂടെ അല്ലാതെ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാനോ ദൈവിക നന്മകൾ സ്വീകരിക്കാനോ ദൈവ മക്കളായിട്ട് ജീവിക്കാനോ നമുക്ക് സാധിക്കത്തില്ല. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് പരിശുദ്ധാത്മാവ്. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വഴിയാകുന്ന യേശുവിലൂടെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, വഴി തെറ്റാതെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരാളുടെ സഹായം ആവശ്യമുണ്ട്. വഴിയാകുന്ന യേശുവിലൂടെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് വഴി തെറ്റാതെ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈപിടിച്ച് നടത്താൻ ഒരാൾ നമ്മുടെ കൂടെ വേണം. ആ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ആളുടെ പേരാണ് പരിശുദ്ധാത്മാവ്. കർത്താവായ യേശുവിലൂടെ യഥാർത്ഥത്തിലുള്ള ദൈവിക ബോധ്യങ്ങൾ പകർന്നു തന്നുകൊണ്ട് വഴിതെറ്റി മറ്റ് വിശ്വാസങ്ങളുടെ പിന്നാലെ പോകാതെ നമ്മളെ കരം പിടിച്ച് വഴിതെറ്റിക്കാതെ കൊണ്ടുപോകുന്ന ഒരുവൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് അവൻ സകല സത്യത്തിലും നീതിയിലും നിങ്ങളെ നയിക്കുമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിലൂടെ. പ്രിയപ്പെട്ടവരെ, വഴി തെറ്റാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. കർത്താവായ യേശുവിലൂടെ, യേശുവാകുന്ന വഴിയിലൂടെ വഴി തെറ്റാതെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനായിട്ട് പരിശുദ്ധാത്മാവ് ഞങ്ങളെ കരം പിടിച്ച് നയിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവുമായിട്ടൊരു വ്യക്തിബന്ധം സ്ഥാപിക്കുക. പരിശുദ്ധാത്മാവിന് ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. ഇതാണ്, വഴി തെറ്റാതെ നമ്മളെ നടത്തുന്നത് അവൻ മാത്രമാണ്. അവൻ കരം പിടിച്ചാൽ വഴി തെറ്റത്തില്ലെന്നേ. ബാക്കിയുള്ള ഏത് മനുഷ്യർ നിങ്ങളുടെ കൂടെ വന്നാലും വഴി തെറ്റാൻ സാധ്യതയുണ്ട്. വീണു പോകും, പാപത്തിൽ വീഴും, ചിലപ്പോൾ വഴി മാറിപ്പോകും. പക്ഷേ യഥാർത്ഥത്തിലുള്ള വഴിയെ നമ്മളെ നയിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. അവനുമായുള്ള ബന്ധത്തിൽ വളരാൻ ശ്രമിക്കുക. അവൻ നമ്മെ വഴിതെറ്റാതെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് യേശുവിലൂടെ എത്തിക്കും. പരിശുദ്ധാത്മാവുമായുള്ള വ്യക്തിബന്ധം നിങ്ങളെ ഒരു ഉത്തമ ക്രൈസ്തവ ജീവിതത്തിനായി ഒരുക്കും. ഈ ബോധ്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. കർത്താവായ യേശുവിനെ കുറിച്ചുള്ള വെളിപാടിലും ആ പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ വളർന്നു വരട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടിയിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.